നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്നീം ഷിഹാബുദ്ദീൻ, ഗൈനക്കോളജിസ്റ്റ് IVF ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, തിരുവനന്തപുരം യാന ഗ്രൂപ്പ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വന്ധ്യത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. പണ്ട് വന്ധ്യത അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും കുട്ടികളാവാൻ ബുദ്ധിമുട്ടുള്ള കപ്പിൾസ്, അല്ലെങ്കിൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന കപ്പിൾസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ശരിയാണ്, ഇന്നത്തെ കാലത്ത് മാറുന്ന കാലത്ത് നമുക്ക് വന്ധ്യതയുടെ അളവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജനത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 15% കപ്പിൾസ് വന്ധ്യത നേരിടുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിൽ അത് വളരെയധികം കൂടുതലുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ OPയിൽ വന്നിരിക്കുന്ന പേഷ്യൻസിൽ മിക്കവരും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയി പോകേണ്ടവരാണ്. സോ അതുകൊണ്ട് തന്നെ വന്ധ്യതയെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ OPയിൽ നമ്മൾ നോക്കുമ്പോൾ ചില കപ്പിൾസ് വരുന്നത് കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം 12 കൊല്ലം ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ 20 കൊല്ലം വരെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മുടെ അടുത്ത് വന്ന പേഷ്യൻസ് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തേ നിങ്ങൾ ഇത്രയും നാളായിട്ടും ട്രീറ്റ്മെൻറ്റിന് വന്നില്ല, എവിടെയും പോയില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്, അത് ഞങ്ങൾക്കായിക്കോളും, കുഞ്ഞായിക്കോളും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നു എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പറയും, ആ ബന്ധുക്കൾ പറഞ്ഞു ഇവർക്ക് 10 കൊല്ലം കഴിഞ്ഞാണ് കുട്ടികളായത്, അവർക്ക് 10 കൊല്ലം കഴിഞ്ഞാണ് കുട്ടികളായത്. അങ്ങനെ ഒരു പ്രതീക്ഷയിലിരുന്ന കപ്പിൾസ് ഉണ്ട്. ഇനി വേറൊരു സ്പെക്ട്രം ആൾക്കാരുണ്ട്, കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം ആകുമ്പോഴേക്കും അയ്യോ ഞങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടിയില്ല, ഞങ്ങൾക്ക് വന്ധ്യതയുണ്ട്, ഞങ്ങൾക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് വളരെയധികം ടെൻഷൻ അടിച്ച് ഓടി വരുന്ന കപ്പിൾസും ഉണ്ട്. അപ്പോൾ ആദ്യം സമൂഹത്തിലുള്ളവർ അറിയേണ്ടത്, നിങ്ങൾക്ക് വന്ധ്യതയുണ്ട് എന്ന് എപ്പോഴാണ് നിങ്ങൾ സംശയിക്കേണ്ടത്, അത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. WHO, നമ്മുടെ ലോകാരോഗ്യ സംഘടന ഉണ്ടല്ലോ, അതിൽ ക്ലിയർ ആയിട്ടൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഒരു കപ്പിൾ 12 മാസത്തോളം ഒരു ഇടവേള ഇല്ലാതെ, അതായത് ഹസ്ബൻഡും വൈഫും മാറി നിൽക്കാതെ, ഒരു ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിക്കാതെ ഫ്രീക്വൻറ്റ് സെക്ഷൽ ഇൻട്രകോഴ്സ് നടന്നിട്ടും അവർക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിച്ചില്ലെങ്കിൽ അവരെയാണ് നമ്മുടെ വന്ധ്യത എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തുന്നത്. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ എവിടെയും ഭർത്താവ് ദുബായിൽ നിന്നിട്ട് വന്ധ്യത ഉണ്ടെന്ന് പറയുന്ന പോലെയല്ല, ഒരുമിച്ചായിരിക്കും അവർ നിൽക്കുന്നത്. യാതൊരു ഗർഭനിരോധന കോണ്ടംസോ ടാബ്ലറ്റ്സോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ അവർ 12 മാസം ശ്രമിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിലാണ് ഇവർക്ക് വന്ധ്യതയുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി എക്സ്പേർട്ടിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, 12 മാസം വരെ ചില കപ്പിൾസ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല എന്നുള്ളതാണ്. ചിലർ 12 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സുകൾ നടക്കാറുണ്ട്, സെക്കൻഡ് മാരേജസ് നടക്കാറുണ്ട്. ഫസ്റ്റ് മാരേജിൽ ചിലപ്പോൾ ആ സ്ത്രീക്ക് 2 കുട്ടികൾ ഉണ്ടാവാം, അവർ പ്രസവം നിർത്തിയതായിരിക്കാം. അപ്പോൾ അവർ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ഈ 6-7 മാസവും 12 മാസവും ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ നേരത്തെ തന്നെ ഡോക്ടറെ അപ്രോച്ച് ചെയ്ത് അവർക്ക് റീസ്റ്റോറേഷൻ സർജറീസ്, അതായത് ഫെർട്ടിലിറ്റി റീസ്റ്റോറേഷൻ സർജറികൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഓവറിയിൽ രോഗം നേരത്തെ നിർണയിച്ചിട്ടുള്ളവർ, PCOD പോലുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റുകൾ, ഡെർമോയിഡ് സിസ്റ്റുകൾ, അല്ലെങ്കിൽ ഓവറി കറങ്ങി ഒവേറിയൻ ടോർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാരണം ചെറുപ്പത്തിലെ ഓവറിയിൽ സർജറി ചെയ്ത് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ, ഒവേറിയൻ ക്യാൻസർ നടന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ക്യാൻസറുകൾക്ക് വേണ്ടി റേഡിയേഷനും കീമോതെറാപ്പിയും എടുത്തിട്ടുള്ളവർ, ചില പ്രത്യേകതരം മരുന്നുകൾക്ക് നമ്മുടെ ഒവേറിയൻ റിസർവ്, ഓവറിയിലുള്ള അണ്ടങ്ങളുടെ അളവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈബ്രോയിഡുകളോ ദശ യൂട്രസിനുള്ളിൽ വളരുന്നതായിട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ളവർ, യൂട്രസിൻ്റെ ഷേപ്പിൽ പല രീതിയിലുള്ള ജനറ്റിക് ഡിഫക്ട്സ് വരാറുണ്ട്, അത് നേരത്തെ നിർണയിച്ചിട്ടുള്ളവർ, പീരിയഡ്സ് കറക്റ്റായിട്ട് വരാത്തവർ, ഇറഗുലർ സൈക്കിൾസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഒരു 12 മാസം വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല, നേരത്തെ തന്നെ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. ഇനി പുരുഷൻ്റെ സൈഡിലേക്ക് നോക്കിയാലോ, പുരുഷന് വൃഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സർജറി, മേ ബി വീഴ്ച കൊണ്ടായിരിക്കാം, നട്ടലിന് പരിക്ക് സംഭവിച്ചിരിക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൃഷണത്തിൽ ക്യാൻസർ അല്ലെങ്കിൽ വൃഷണത്തിന് ടോർഷൻ വരിക, ഹെറണിയ സർജറികൾ ചെയ്യുക, വെരിക്കോസിൽ സർജറികൾ ചെയ്യുക, ഇങ്ങനെ ഉള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു, ഇപ്പോൾ 2ാമത് വിവാഹം കഴിച്ചിരിക്കുകയാണ്, ആദ്യത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല, ഒരു ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി എക്സ്പെർട്ടിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
പലപ്പോഴും അവർക്ക് അവ്യക്തമായിട്ട് അറിവില്ലായ്മ കാരണമാണ് വന്ധ്യത നമുക്ക് കൃത്യസമയത്ത് ക്യാച്ച് ചെയ്ത് ചികിത്സിക്കാൻ പറ്റാത്തത്. വന്ധ്യത വളരെ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്ധ്യത ചികിത്സാ രംഗം 40-45 വർഷത്തെ ഹിസ്റ്ററി ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കറക്റ്റ് സമയത്ത് നിങ്ങൾ കണ്ടാൽ വലിയ ചിലവുകളില്ലാതെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഐഡിയകളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വന്ധ്യത ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി എക്സ്പെർട്ടിനെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗം